ഇത് ആന ഇഷ്ടമാണോ? വലിയ ഇഷ്ടമാണ് അല്ലേ? ആനയെ ഒരു ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുക. ആന അതുപോലെ ഈ കടൽ തിരമാലകൾ എണ്ണി നമ്മുടെ ബീച്ചിലിരിക്കുക, ഇതൊക്കെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും എത്ര തവണ കണ്ടാലും മതി വരില്ല അല്ലേ? മാത്രമല്ല ആന വളരെ സ്നേഹമുള്ള ഒരു ജീവിയാണ്, മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവി കൂടിയാണ്. കാട്ടാനകളെ മാറ്റി അല്ല, അത് വ്യത്യാസമുണ്ട്. അത് കാട്ടിൽ ജീവിക്കുന്ന ആനയാണ്, പക്ഷേ ഇണങ്ങിയ ആനകൾക്ക് വളരെ സ്നേഹമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആനയും നായുമാണ് ഏറ്റവും സ്നേഹമുള്ള മൃഗങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. മനുഷ്യർ വേറെ. ഓക്കെ, അപ്പോ എന്താണ് ഈ ആനക്കാരെന്നല്ലേ? ആനയെ പറ്റി അറിയാൻ സ്കൂൾ മുറ്റത്ത് ഒരു ആനയെ തന്നെ എത്തിച്ചാൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയായിരിക്കും. പൊളിയാണ്. അപ്പോൾ കോഴിക്കോട് കൂട്ടാലിട തൃക്കുറ്റിശ്ശേരി GUP സ്കൂളിലാണ് ഗജദിനത്തിന്റെ ഭാഗമായി ആനയെ തന്നെ എത്തിച്ചത്. അതെ, കുട്ടികൾക്ക് ഇത് എന്തായാലും ഒരു വേറിട്ട അനുഭവമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിപ്പോർട്ട് കാണാം. ഉത്സവപ്പറമ്പിലൊക്കെ ആനയെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര അടുത്ത് ഇതാദ്യം. തൃക്കുറ്റിശ്ശേരി GUP സ്കൂളിലെ കുട്ടികൾ ആകെ ത്രില്ലിലായിരുന്നു. തൊട്ടുമുന്നിലല്ലേ ഒരു കൊമ്പനാന. ആനക്കാഴ്ച ആവോളം അവർ ആസ്വദിച്ചു. ഗജദിനത്തിന്റെ ഭാഗമായാണ് ആനയെ സ്കൂൾ മുറ്റത്തെത്തിച്ചത്. ഗജപരിചയം എന്ന പേരിലാണ് അധ്യാപകർ ഇത്തരമൊരു വേറിട്ട അനുഭവം കുട്ടികൾക്ക് നൽകിയത്. ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, കാരണം ഞാൻ ഇതുവരെ ആനയുടെ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഒരു ഭയങ്കര അനുഭവം തന്നെയാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആനയെ കാണുക മാത്രമല്ല, ആന ഊട്ടും ഇവിടെ നടന്നു. നമ്മുടെ അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ട പ്രവർത്തനമാണ് ആ ഗജപരിചയം. ഈ ഗജപരിചയത്തിന് ഞങ്ങൾ നയിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ആനയോടുള്ള താല്പര്യമാണ്. ആനക്കഥകൾ, കവിതകൾ, പദപരിചയം, ആനപരിപാലനം, അങ്ങനെ ആനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ അനുഭവത്തിലൂടെ പഠിച്ചു. ബാലുശ്ശേരി ഉണ്ണികുളം വേണുഗോപാലൻ നായരുടെ ഗോപാൽ എന്ന കൊമ്പനാനയെയാണ് സ്കൂളിലെത്തിച്ചത്. 24 കോഴിക്കോട്. എന്തായാലും അത് പൊളിയായിരുന്നു. അപ്പം ആര്യതിൽ ആനയെ തന്നെ എത്തിച്ച് കുട്ടികൾക്ക് നേരിട്ട് ആനയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റി. പുലിയും സിംഹമൊക്കെ ആയിരുന്നു എന്ത് ചെയ്യാൻ? പുലിയെ സിംഹത്തെ ഒന്നും ഇങ്ങനെ എത്തിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ.